ഹലോ, എല്ലാവർക്കും CP മല്ലു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മോർണിംഗ് ഡ്യൂട്ടി ആരംഭിക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഖത്തറിലെ ബിർക്കത്തുൽ നമാവീർ എന്നുള്ള സ്ഥലത്ത്, അതാണ് അവിടെയാണ് നമ്മളെ സ്റ്റോർ നിൽക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് സാധനങ്ങൾ എടുത്തിട്ട് ദോഹയിലേക്ക് വരണം. അപ്പോൾ നമുക്ക് ആദ്യം വണ്ടിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ഓയിൽ, ബ്രേക്ക് ഓയിൽ, കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ബോണറ്റ് പൊക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇത് പുതിയൊരു വണ്ടിയാണ്, ഏകദേശം 8 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡെയിലി റൊട്ടീൻ ഉണ്ടാകുമല്ലോ, അത് നമ്മൾ പാലിച്ച് മുമ്പോട്ട് പോകണം. അപ്പോൾ ഞങ്ങളിതാ വെയർ ഹൗസിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് നമ്മളെ ദോസ്താണ് സെയ്ദ് ഭായ്. അങ്ങനെ ഗംഭീരമായിട്ട് നമ്മളെ യാത്ര അങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ ജീറിങ് റോഡാണുള്ളത്. ഈ ജീറിങ് റോഡ് എന്ന് പറഞ്ഞാൽ ഹമ്മദ് പോർട്ട്, ബിർക്കത്ത് ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്കൊക്കെ പോണ റോഡാണ്. റൈറ്റ് സൈഡ് കണ്ടോ, ഒരുപാട് ഫ്ലാറ്റുകൾ, അതേപോലെ താമസ സ്ഥലം, ചെറിയ ചെറിയ ഓഫീസുകളൊക്കെ ഉണ്ട്. ഏകദേശം ദോഹയിൽ നിന്ന് ഒരു 40 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. ഞങ്ങൾ തുടങ്ങിയത് അൽസദ് ഭാഗത്തു നിന്നാണ്. ഇവിടുന്ന് ഏകദേശം 35 കിലോമീറ്ററിൻ്റെ അടുത്ത്, ഒരു അരമണിക്കൂർ ഡ്രൈവാണ് വരുന്നത്. 35 കിലോമീറ്റർ നമ്മൾ ഓടിയെത്താൻ. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ നമുക്ക് ഈ റോഡ് പോകാം. 120 സ്പീഡിൽ തന്നെ കീപ്പ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. നമ്മളങ്ങനെ ബിർക്കത്തിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ, ഖത്തറത്തെ എല്ലാ കമ്പനികളുടെയും വെയർ ഹൗസുകൾ വരുന്നത് ഈ ബിർക്കത്തിലാണ്. പുറത്ത് രാജ്യത്തു നിന്ന് വരുന്ന എല്ലാ സാധനങ്ങളും ഡയറക്റ്റ് ഇവിടേക്കാണ് വരിക. ഡയറക്റ്റ് ദോഹയിലേക്ക് വരാൻ പറ്റില്ല, ഇവിടേക്കാണ് വരിക. അങ്ങനെ ഞങ്ങൾ വെയർ ഹൗസിൻ്റെ അടുത്തെത്തി. പക്ഷെങ്കിൽ നല്ലൊരു പണിയാണ് കിട്ടി. വലിയ 2 കണ്ടെയ്നർ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ സാധനമൊക്കെ ഇറക്കി കഴിയുമ്പോഴേക്കും വൈകുന്നേരമാവും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യൂല, സാധനം കിട്ടൂല. അപ്പോൾ നമ്മളിന്ന് തിരിച്ച് പോകാനാണ് വിചാരിച്ച്. ഞങ്ങൾ തിരിച്ച് പോകുന്നതിന് മുമ്പ് ഒന്ന് വെയർ ഹൗസിൻ്റെ ഉൾവശം ഒന്ന് കുറച്ച് വീഡിയോസുകൾ എടുത്ത്, ആർക്കെങ്കിലും കാണാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഒരു സന്തോഷമാവുമെന്ന് കരുതിയിട്ട്. വലിയ വെയർ ഹൗസാണ്, ഒരുപാട് സാധനങ്ങൾ കൊള്ളുന്ന വെയർ ഹൗസാണ്. നമ്മൾ ഈ വെയർ ഹൗസിൻ്റെ സ്റ്റാർട്ടിങ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതേപോലെ തന്നെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. നമുക്കതിൻ്റെ പെർമിഷനൊക്കെ എടുത്തിട്ട് പിന്നീട് ഒരിക്കലും നമുക്ക് ചെയ്യാം. ഈ വാഹനം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വരുന്ന എത്ര വലിയ കണ്ടെയ്നർ ആണെങ്കിലും സാധനം കയറ്റാനും ഇറക്കാനൊക്കെ ഈ വാഹനമാണ് ഉപയോഗിക്കുക. ഇതിന് ഫോർക്ക് ലിഫ്റ്റ് എന്നാണ് ഈ വാഹനത്തിന് പറയുന്ന പേര്. ഇതിന് പ്രത്യേകമായിട്ട് എല്ലാ വാഹനത്തിനും ലൈസൻസ് എടുക്കുമ്പോൾ ഇതിന് പ്രത്യേകമുള്ള ലൈസൻസ് എടുക്കണം. നമ്മൾ തിരിച്ചുള്ള യാത്രയിലാണ്. തിരിച്ചുള്ള യാത്രയിൽ ഒരു പ്രധാന കാഴ്ചയാണ് ഈ റൈറ്റ് സൈഡിൽ തെളിഞ്ഞു വരുന്ന വൈറ്റ് വലിയ ബിൽഡിങ്. നെയ്മറും മെസ്സിയും റൊണാൾഡോവും ഒക്കെ പന്ത് തട്ടിയ വേൾഡ് കപ്പ് നടന്ന അൽ തുമാമ സ്റ്റേഡിയം. എൻ്റെ ഡെയിലി ജീവിതത്തിൽ ഞാൻ കാണുന്ന നല്ല നല്ല കാഴ്ചകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കൽ. ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. തീർച്ചയായിട്ടും നമ്മളതൊക്കെ പരിഹരിച്ച് നല്ല രൂപത്തിൽ മുമ്പോട്ട് പോകും.